ശ്രീ മുരളി പെരുന്നല്ലി. സർ, മനുഷ്യൻ്റെ ആരോഗ്യത്തിന് വിഷരഹിത ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് സഹായകരമായ വിധത്തിൽ ജൈവ കൃഷി വ്യാപനത്തിനായി കൃഷി വകുപ്പ് നടത്തുന്ന പ്രവർത്തനം ശ്രദ്ധേയമായൊരു കാര്യമാണ്. കർഷകരെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പാദിപ്പിക്കുന്ന ഇത്തരം ജൈവ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിൽ വളരെയധികം പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. എൻ്റെ ചോദ്യം, ജൈവ കർഷകർക്ക് മാതൃകയാകാൻ കഴിയുന്ന വിധത്തിൽ സുസ്ഥിര ജൈവ ഫാം കൃഷി വകുപ്പിൻ്റെ കീഴിൽ നിലവിലുണ്ടോ? എങ്കിൽ പ്രസ്തുത ഫാമിൻ്റെ പ്രവർത്തനം എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാം. സർ, ജൈവ കർഷകർക്ക് മാതൃകയാകാൻ കഴിയുന്ന തരത്തിൽ, കേരളത്തിന് തന്നെ മാതൃകയാവുന്ന തരത്തിൽ, ഇന്ത്യക്ക് തന്നെ മാതൃകയാവുന്ന തരത്തിൽ ഒരു ഫാം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുൻകൈയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതൊരു സന്തോഷകരമായ കാര്യമാണ്. എറണാകുളം ജില്ലയിലെ ആലുവയിൽ സ്റ്റേറ്റ് സീഡ് ഫാം ശ്രീ അൻവർ സാദത്ത് ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലാണ്. അവിടുത്തെ പ്രവർത്തനങ്ങളിൽ ഇവരെല്ലാം നല്ലവണ്ണം ഏർപ്പെടുന്നവരാണ്. കഴിഞ്ഞ 12 വർഷമായി ജൈവ സാക്ഷ്യപത്രത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഫാമാണ് ആലുവയിലെ സ്റ്റേറ്റ് സീഡ് ഫാം. 2012 മുതൽ രാസവളങ്ങളോ കീടനാശിനികളോ ഒന്നും ഉപയോഗിക്കാതെ, സംഭരണത്തിൻ്റെയോ സംസ്കരണത്തിൻ്റെയോ ഒരു ഘട്ടത്തിലും ഈ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു ഫാമാണിത്. അവിടെ രക്തശാലി, ജപ്പാൻ വയലറ്റ്, വെള്ളത്തൊണ്ടി, ഞവര, പൊക്കാളി, ചേറ്റാടി എന്നീ നെല്ലിനങ്ങൾ, നമുക്ക് പരമ്പരാഗതമായ ഇത്തരം ഇനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിത്ത് മറ്റിടങ്ങളിലേക്ക് നൽകുന്നുണ്ട്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, ജൈവ ഉൽപ്പന്നങ്ങൾ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ഉൽപ്പന്നങ്ങളെല്ലാം കേരള ഗ്രോ എന്ന ബ്രാൻഡ് നെയിമോട് കൂടി തന്നെ ഇറക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പശുക്കളും ആട്, കോഴി, താറാവ്, മത്സ്യം എന്നിവയെല്ലാം പരിപാലിച്ചു വരുന്ന ഒരു സമ്മിശ്ര കൃഷി രീതിയാണ് ആലുവയിലെ ഫാമിൽ ഉള്ളത്. നമ്മുടെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ അതൊന്ന് നേരിൽ കണ്ട് മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് എനിക്കും പറയാനുള്ളത്. നമ്മൾ ഇന്നത്തെ ഏറ്റവും വളരെ പ്രത്യേകതയുള്ള ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ പറയുന്ന കാലഘട്ടത്തിൽ അതിനെ കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് കൃഷി കാർബൺ തുലിതമാക്കണം എന്ന് നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആലുവയിലെ ഫാമിനെയാണ്, സ്റ്റേറ്റ് സീഡ് ഫാമിനെയാണ് കാർബൺ ന്യൂട്രൽ ആക്കുന്നതിന് വേണ്ടി നിശ്ചയിച്ചത്. 2022 ഡിസംബർ 10 ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആലുവയിലെ ഫാമിലെത്തി ആലുവ ഫാമിനെ കാർബൺ ന്യൂട്രൽ ഫാമായി പ്രഖ്യാപിക്കുകയുണ്ടായി. ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാമാണ്. വ്യവസായ വകുപ്പ് മന്ത്രി CP രാജീവും ശ്രീ അൻവർ സാദത്തും എല്ലാം അടങ്ങുന്ന അവരെല്ലാം ആ ചടങ്ങിലെല്ലാം പങ്കെടുത്തിരുന്നതാണ്. വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു ഫാമാണ് ഇന്ന് ആലുവയിലെ സ്റ്റേറ്റ് സീഡ് ഫാം. അതിൻ്റെ രീതിയിൽ തന്നെ മറ്റുള്ളിടങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കുന്നതിന് മറ്റ് 13 ഫാമുകളെ കൂടി സർക്കാർ ഉടമസ്ഥയിലുള്ള നിയന്ത്രണത്തിലുള്ള ഫാമുകളെ കൂടി കാർബൺ ന്യൂട്രൽ ആക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഫാമുകളുടെ 10% സ്ഥലത്തെങ്കിലും ജൈവ കൃഷിയിലേക്ക് ഇത് മാറണം എന്ന് നമ്മൾ നിഷ്കർഷിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ കൃഷി കൊണ്ട് ലാഭകരമായി ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ബോധ്യപ്പെടുത്താൻ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുള്ള ഫാമുകളിൽ തന്നെ ഇത് പ്രവർത്തനം കാട്ടിക്കൊടുക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതാണ് ഇന്ന് നമ്മൾ നിലവിൽ ഉള്ള ഒരു സുസ്ഥിര ജൈവ ഫാമായി ആലുവയിലെ ഫാം പ്രവർത്തിക്കുന്നത്. മറ്റു ഫാമുകളെ കൂടി ഈ തരത്തിൽ സുസ്ഥിര ജൈവ കൃഷി ഫാമുകളാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായിരിക്കും.